വാർത്തകൾ വിശദമായി. സൗമ്യ വധക്കേസിൽ ഗോവിന്ദചാമിയുടെ വധശിക്ഷ റദ്ദാക്കിയതിനെതിരെ സംസ്ഥാന സർക്കാരും സൗമ്യയുടെ അമ്മയും നൽകിയ പുനഃപരിശോധനാ ഹർജികൾ സുപ്രീംകോടതി തള്ളി. വധശിക്ഷ റദ്ദാക്കിയ സുപ്രീംകോടതി ബെഞ്ചിലെ അധ്യക്ഷൻ ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിയെ ബ്ലോഗിലൂടെ വിമർശിച്ച ജസ്റ്റിസ് മാർക്കണ്ഡേയ കട്ജുവിനെതിരെ കോടതിയലക്ഷ്യ നടപടികൾക്ക് നോട്ടീസും നൽകി. കോടതിയലക്ഷ്യ നടപടികളിൽ താൻ ഭയപ്പെടുന്നില്ലെന്ന് കട്ജു കോടതിയിൽ മറുപടി നൽകി. കട്ജു കോടതി മുറിക്ക് പുറത്തു പോകണമെന്ന് ജസ്റ്റിസുമാർ ആവശ്യപ്പെട്ടു. സുപ്രീം കോടതിയുടെ ചരിത്രത്തിലില്ലാത്ത നാടകീയ രംഗങ്ങൾക്കാണ് 6-ാം നമ്പർ കോടതി മുറി ഇന്ന് സാക്ഷ്യം വഹിച്ചത്. ഉച്ചയ്ക്ക് 2 മണിക്ക് ആരംഭിച്ച സൗമ്യ കേസിലെ പുനഃപരിശോധനാ ഹർജിയിൽ ജസ്റ്റിസ് മാർക്കണ്ഡേയ കട്ജു നേരിട്ട് വാദമുഖങ്ങൾ നിരത്തി. 12 പിഴവുകൾ വിധിന്യായത്തിലുണ്ട്. സൗമ്യ ട്രെയിനിൽ നിന്ന് വീഴുന്നത് രാത്രി 8:30-നാണ്. നല്ല ഇരുട്ടത്ത് ഓടുന്ന ട്രെയിനിലിരുന്ന ഒരു മധ്യവയസ്കന് എങ്ങനെ സൗമ്യ വീഴുന്നത് കാണാൻ കഴിഞ്ഞു എന്ന സംശയം കട്ജു ഉയർത്തി. അതുകൊണ്ട് തന്നെ സൗമ്യ ചാടി രക്ഷപ്പെട്ടു എന്ന മൊഴി അംഗീകരിക്കാനാകില്ല. ഇക്കാര്യത്തിൽ സാമാന്യയുക്തി കോടതി ഉപയോഗിക്കണം. 1 മണിക്കൂറോളം നീണ്ട വാദത്തിനു ശേഷം സംസ്ഥാന സർക്കാരിന് വേണ്ടി അറ്റോർണി ജനറൽ മുകുൾ റോത്തക്കിയും ഗോവിന്ദചാമിയുടെ വധശിക്ഷയുടെ ആവശ്യകത ചൂണ്ടിക്കാട്ടി. പക്ഷെ സുപ്രീം കോടതി ഇവയെല്ലാം തള്ളിക്കളഞ്ഞു. ഇതിനുശേഷമാണ് നാടകീയ രംഗങ്ങൾക്ക് തുടക്കമായത്. ജസ്റ്റിസ് കട്ജു കോടതിയെയും ജഡ്ജിമാരെയും വിമർശിച്ച ബ്ലോഗുകളുടെ പകർപ്പ് കോർട്ട് മാസ്റ്ററിൽ നിന്നും ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് വാങ്ങി. സീനിയോറിറ്റി അനുസരിച്ച് ചീഫ് ജസ്റ്റിസ് ആകേണ്ട പട്ടികയിലുള്ള രഞ്ജൻ ഗൊഗോയ്ക്ക് ഭരണഘടനയെക്കുറിച്ച് പ്രാഥമിക ജ്ഞാനം പോലുമില്ലെന്ന് ബ്ലോഗിൽ എഴുതിയിരിക്കുന്നത് പ്രത്യേകം അടയാളപ്പെടുത്തി അറ്റോർണി ജനറലിന് കൈമാറി. കോടതി ലക്ഷ്യവുമായി മുന്നോട്ടു പോവുകയാണെന്ന് അറിയിച്ചു. എന്നാൽ ഇതിനെ കട്ജുവിന്റെ വൈകാരിക പ്രകടനം മാത്രമായി കാണണമെന്നറിയിച്ച അറ്റോർണി കോടതിയെ ലക്ഷ്യത്തെ എതിർത്തു. കോടതി കേട്ടില്ല. ജഡ്ജിമാരെയും വിധിന്യായത്തെയും അപമാനിക്കുകയാണ് കട്ജു എന്നായിരുന്നു രഞ്ജൻ ഗൊഗോയുടെ ചൂണ്ടിക്കാട്ടൽ. കോടതിയെ ലക്ഷ്യക്കേസ് കാട്ടി രഞ്ജൻ ഗൊഗോയ് തന്നെ ഭയപ്പെടുത്താൻ നോക്കണ്ടെന്ന് കട്ജു പ്രതികരിച്ചു. ഇതിന് കോടതി മറുപടി നൽകിയത് അപ്രതീക്ഷിത രീതിയിലായിരുന്നു. സുരക്ഷാ ജീവനക്കാരോട് കട്ജുവിനെ പുറത്തേക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടു. എന്നാൽ മറ്റ് അഭിഭാഷകർ നടപടി എതിർത്തതോടെ ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ഈ നീക്കത്തിൽ നിന്നും പിന്മാറി. തന്നെ വിളിച്ചു വരുത്തി അപമാനിക്കുകയും കളിയാക്കുകയുമാണ് കോടതി ചെയ്തതെന്ന് കട്ജു ഇതിനിടയിൽ പറഞ്ഞു. ഇതിനുശേഷം കോടതി പിരിഞ്ഞു. സന്തോഷ് സർലിംഗ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. സുപ്രീം കോടതിയിൽ നിന്ന് നീതി പ്രതീക്ഷിച്ചെങ്കിലും ലഭിച്ചില്ലെന്ന സൗമ്യയുടെ അമ്മ സുമതി. ഒരമ്മയ്ക്കും ഈ ഗതി വരരുതെന്നും ഒരിക്കലും ഗോവിന്ദചാമി ജയിലിൽ നിന്ന് പുറത്തിറങ്ങരുതെന്നും സുപ്രീം കോടതി വിധി കേട്ട ശേഷം സുമതി പ്രതികരിച്ചു. കേസ് വാദിച്ചു തുടങ്ങിയ അവറ്റങ്ങൾ എനിക്ക് വേണ്ടിയിട്ട്, എൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് രാപ്പകലില്ല കഷ്ടപ്പെട്ടു. എന്നിട്ട് എന്തുണ്ട്, കീഴ്ക്കോടതി ഹൈക്കോടതി നല്ല രീതിയിൽ പോയി. സുപ്രീം കോടതിയിൽ വന്നപ്പോ അതിങ്ങനെയല്ല ആയി. ഒരമ്മയ്ക്ക് ഇങ്ങനെ ഒരു ഗതി വരരുത്. ഒരു മകളെ ഓർത്ത് നെഞ്ചുരുകുന്ന ഒരവസ്ഥ ഒരമ്മയ്ക്ക് വരെ. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് സൗമ്യയുടെ അമ്മ സുമതി പുനഃപരിശോധനാ ഹർജി തള്ളിയ സുപ്രീം കോടതി നടപടിയോട് പ്രതികരിച്ചത്. മാർക്കണ്ഡേയ കട്ജു അടക്കം എല്ലാവരും മകൾക്ക് വേണ്ടി കോടതിയിലെത്തി. ചെയ്യാൻ കഴിയുന്നതിലും അപ്പുറം അവർ ചെയ്തു. ഒരുപാട് വിഷമമുണ്ടെങ്കിലും ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. നീതി കിട്ടിയില്ലെങ്കിലും ഗോവിന്ദസ്വാമി ഒരിക്കലും പുറത്തിറങ്ങരുതെന്നും സുമതി പറഞ്ഞു. ഇവിടുത്തെ അവർ പറയണത് കൊലക്കുറ്റം ഇല്ല എന്നാണ് അവർ പറയുന്നത്. എനിക്ക് നീതി കിട്ടിയില്ലെങ്കിൽ അവൻ ഒരു കാലത്ത് പുറത്തിറങ്ങരുതെന്ന് എനിക്കുണ്ട്. കാരണം ഇനി ഒരു സൗമ്യക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാവരുത്. അവൻ എന്നിട്ട് ഒരിക്കലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവരുത്. മകളുടെ ഘാതകന് പരമാവധി ശിക്ഷ ലഭിക്കണമെന്ന ഒരമ്മയുടെ 6 വർഷമായുള്ള പ്രാർത്ഥനയാണ് സുപ്രീം കോടതി നടപടിയിലൂടെ ഇല്ലാതായത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സൗമ്യ വധക്കേസിൽ സുപ്രീം കോടതിയുടെ വിധി നിരാശാജനകമെന്ന് KPCC അധ്യക്ഷൻ VM സുധീരൻ. നിയമവ്യവസ്ഥതയിലെ പഴുതുകളെക്കുറിച്ച് തെറ്റിദ്ധാരണയുണ്ടാക്കാൻ ഇത് ഇടയാക്കുമെന്നും സുധീരൻ പറഞ്ഞു. നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷയിൽ നിന്നും ഒഴിഞ്ഞു പോകാനാകും എന്നുള്ള തെറ്റായൊരു സന്ദേശം കൂടി വന്നിരിക്കുന്നു എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു പ്രത്യാഘാതം സമൂഹത്തിലുണ്ടാക്കാൻ ഇടവരുത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. തലശ്ശേരി നാരങ്ങാപ്പുറം SBT ശാഖാ കെട്ടിടത്തിന് മുകളിൽ നിന്ന് KSEB ജീവനക്കാരൻ ചാടി മരിച്ചു. PF-ൽ നിന്നും ലോൺ എടുത്ത 5.5 ലക്ഷം രൂപ ബാങ്കിൽ അടയ്ക്കാൻ ആയി ഇന്നലെയും ഇന്നുമായി ബാങ്കിലെത്തിയെങ്കിലും തുക അടയ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല. SBT തലശ്ശേരി നാരങ്ങാപ്പുറം ശാഖയിൽ പണം മാറാനെത്തിയ മക്രേരി സ്വദേശി ഉണ്ണിയാണ് കെട്ടിടത്തിന്റെ 3-ാം നിലയിൽ നിന്നും ചാടി മരിച്ചത്. കഴിഞ്ഞ ദിവസം 5.5 ലക്ഷം രൂപ ഇയാൾ ബാങ്കിൽ നിന്നും പിൻവലിച്ചതായും ഇത് മാറാനായി ഇന്നലെ മുതൽ SBT-യിൽ വന്നിരുന്നതായും അറിയുന്നു. ഇന്ന് 11 മണിവരെ ക്യൂവിൽ നിന്ന ഉണ്ണി 3-ാം നിലയിലേക്ക് കയറിപ്പോവുകയായിരുന്നു.
ജനലിനിടയിലൂടെയാണ് പുറത്തേക്ക് ചാടിയത്. സെക്യൂരിറ്റി ജീവനക്കാർ ആശുപത്രിയിലെത്തിച്ചെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്ന് 5.5 ലക്ഷം ഉറുപ്പിക പിൻവലിച്ചത്. അപ്പോൾ അത് നിക്ഷേപിക്കാൻ വേണ്ടിയിട്ടാണ് SBTയുടെ നാരങ്ങാപ്പുറം ശാഖയിൽ ഉണ്ണി എത്തിയത്. പക്ഷെ അദ്ദേഹത്തിന് ഇന്ന് നിക്ഷേപിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ തന്റെ സമ്പാദ്യത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ തുക നഷ്ടപ്പെടും എന്ന് ഉള്ള ആശങ്കയിൽ അദ്ദേഹം 2ാം നിലയിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ BJP ഗവൺമെന്റിന്റെ നയത്തിന്റെ രക്തസാക്ഷിയാണ് യഥാർത്ഥത്തിൽ ഈ ഓവർസിയർ KK ഉണ്ണി. 500, 1000 രൂപ നോട്ടുകൾ അസാധുവാക്കിയതോടെ ഉണ്ണി മനോവിഷമത്തിലായിരുന്നുവെന്നും അറിയുന്നു. പിണറായി KSEB ഓവർസിയറാണ് ഉണ്ണി. ഉണ്ണിയുടെ ബാഗിൽ നിന്നും 5.5 ലക്ഷം രൂപയുടെ 500, 1000 രൂപ നോട്ടുകളും പേഴ്സിൽ നിന്നും 2600 രൂപയും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. എന്നാൽ ഉണ്ണി കുഴഞ്ഞു വീണുവെന്നാണ് പോലീസും ബാങ്ക് അധികൃതരും പറയുന്നത്. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. നോട്ടുകൾ പിൻവലിച്ചതിനെ തുടർന്ന് സംസ്ഥാനത്തെ ബാങ്കുകളിലും ATM കൗണ്ടറുകളിലും പ്രശ്നങ്ങൾ തുടരുകയാണ്. ഹരിപ്പാട് ക്യൂവിൽ നിന്നയാൾ കുഴഞ്ഞു വീണ് മരിച്ചു. ആലപ്പുഴയിൽ ബാങ്ക് മാനേജർ ഇടപാടുകാരനെ മർദ്ദിച്ചു. 500, 1000 കറൻസികൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ആശങ്കകളും തുടരുകയാണ്. ബാങ്കുകളിൽ നോട്ടുകൾ മാറാനെത്തിയവർക്കും ATMകളിൽ പണം പിൻവലിക്കാനെത്തിയവർക്കും കാര്യങ്ങൾ എളുപ്പമായിരുന്നില്ല. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി പ്രശ്നങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ആലപ്പുഴ ഹരിപ്പാട് ക്യൂവിൽ നിന്നയാൾ കുഴഞ്ഞു വീണു മരിച്ചു. ഹരിപ്പാട് SBT ശാഖയിൽ ക്യൂ നിന്ന കുമാരപുരം സ്വദേശി കാർത്തികേയനാണ് മരിച്ചത്. ബാങ്കുകളുടെ പ്രവർത്തനം താറുമാറായതോടെ ബാങ്കിലേക്ക് എത്തുന്ന ഇടപാടുകാരും ജീവനക്കാരും തമ്മിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമായിരിക്കുകയാണ്. പലയിടത്തും ഇത് കയ്യേറ്റത്തിൽ കലാശിക്കുന്നു. പണമിടപാടുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ആലപ്പുഴയിൽ ബാങ്ക് മാനേജർ ഇടപാടുകാരനെ മർദ്ദിച്ചു. ദേശസാൽകൃത ബാങ്കിലെ മാനേജറാണ് ഇടപാടുകാരനെ തല്ലിയത്. പരുക്കേറ്റ യുവാവിനെ ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. സംസ്ഥാനത്തെ മിക്ക ബാങ്കുകളിലും സമാനമായ സ്ഥിതിയാണ് നിലനിൽക്കുന്നത്. ന്യൂസ് ഡെസ്ക്. വാർത്തകൾ തുടരുന്നു. 2 ദിവസത്തിന് ശേഷം വീണ്ടും ATMകൾ തുറന്നപ്പോൾ സംസ്ഥാനത്ത് അനുഭവപ്പെട്ടത് വൻ തിരക്ക്. രാവിലെ മുതൽ തന്നെ ATM കേന്ദ്രങ്ങളിലേക്ക് പണം പിൻവലിക്കാനായി 100 കണക്കിന് ആളുകളാണ് എത്തിയത്. അതേസമയം സ്വകാര്യ ബാങ്കുകളുടെ ATMകൾ അധികവും കറൻസി ഇല്ലാത്തതിനാൽ ഇന്നും പ്രവർത്തിച്ചില്ല. പണമിടപാടുകൾ സാധാരണഗതിയിലാകാൻ ഒരാഴ്ചയെങ്കിലും എടുത്തേക്കുമെന്നാണ് സൂചന. 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ATM കേന്ദ്രങ്ങൾ വീണ്ടും തുറന്നപ്പോൾ എല്ലായിടങ്ങളിലും വലിയ ജനത്തിരക്കാണ് ഉണ്ടാകുന്നത്. പലയിടങ്ങളിലും മണിക്കൂറുകൾക്കകം ATMിൽ പണം തീരുന്ന സാഹചര്യവുമുണ്ടായി. സ്വകാര്യ ബാങ്കുകളുടെ ATM കേന്ദ്രങ്ങൾ അധികവും ഇന്നും അടഞ്ഞുകിടന്നതാണ് ജനങ്ങളെ വലച്ചത്. തുറന്ന ATMകൾക്ക് മുന്നിൽ രാവിലെ മുതൽ തന്നെ വലിയ നിര രൂപപ്പെട്ടിരുന്നു. 2 ദിവസം ക്യാഷില്ലാതെ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. കാരണം രാവിലെ പോയി പല ATM കൗണ്ടറിലും നെട്ടോട്ട് ഓടിയിട്ടും ഇല്ല. പിന്നെ ഇപ്പോൾ ഇവിടെ സ്റ്റാച്യൂവിൽ തുറന്നു നിറഞ്ഞുകൊണ്ടാണ് ഇപ്പം ഓടി ഇവിടെ എത്തിയത് തന്നെ. 3-4 സ്ഥലത്ത് പോയിട്ട് വന്നു, അവിടെയൊന്നും ഇല്ല, തുറന്നിട്ട് പോലും ഇല്ലായിരുന്നു. ഇത് നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ തന്നെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ഇതായിരുന്നു. 100 രൂപ, 50 രൂപ നോട്ടുകളായി പരമാവധി 2000 രൂപ മാത്രമാണ് നിലവിൽ ATMകളിൽ നിന്ന് ലഭിക്കുന്നത്. മിക്ക ATMകളിലും മണിക്കൂറുകൾക്കകം പണം പലതവണ വീണ്ടും നിറയ്ക്കേണ്ടി വന്നു. ബാങ്കുകളിലെ 100-50 കറൻസികൾ തീരുന്നതിന് മുമ്പ് റിസർവ് ബാങ്കിൽ നിന്നും കറൻസികൾ എത്തിയില്ലെങ്കിൽ ATMകളിലൂടെയും പണം ലഭിക്കാതെയാകുമെന്ന് ബാങ്ക് അധികൃതർ പറഞ്ഞു. വേണ്ടത്ര കറൻസി സപ്ലൈ, വിശിഷ്യ 100-50 ഡിനോമിനേഷൻ നോട്ട്സ് വേണ്ടത്ര ബാങ്ക് ശാഖകൾ എത്തിച്ചിട്ടില്ല. അതിന്റെ ഒരു പ്രയാസമാണ് കസ്റ്റമേഴ്സ് നേരിടുന്നത്. അസാധുവായ നോട്ടുകൾ മാറ്റിവാങ്ങാൻ ബാങ്കുകളിൽ ഇന്നും വലിയ തിരക്കാണുണ്ടായത്. പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് ബാങ്കുകൾ കൂടുതൽ സമയം പ്രവർത്തിക്കുന്നുണ്ട്. എങ്കിലും പണമിടപാടുകൾ സാധാരണഗതിയിലാകാൻ ഒരാഴ്ചയെങ്കിലും എടുക്കുമെന്ന് ബാങ്ക് അധികൃതർ വ്യക്തമാക്കുന്നു. ക്യാമറാമാൻ ദേവദത്തിനൊപ്പം ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം.